ഇന്ന് നമുക്ക് വെള്ളക്കടല ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി പരിചയപ്പെടാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ കടലക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊരു 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഒരു 5-8 മണിക്കൂർ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞതും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. സാധാ മുളക് പൊടിയാണ്. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പായിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം തീ ഓണാക്കിയാൽ മതി. ആദ്യം തന്നെ നമ്മൾ തീ ഓണാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മസാല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മസാല ചേർത്തതിന് ശേഷം തീ ഓണാക്കിയാൽ മതി. ഇപ്പോൾ ഇത് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം ഇത് കൈവച്ച് നന്നായിട്ട് ഒന്ന് തിരുമ്മിയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കടല നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടിങ്ങായിട്ട് ഒരു 5-8 വിസിൽ വരുന്ന വരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ എത്ര സമയമാണ് കടല കുക്ക് ചെയ്തെടുക്കാറ് ആ ഒരു ടൈമിങ്ങിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഈ കടലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കടലൊക്കെ കുക്കായിട്ട് തീ ഓഫ് ചെയ്തിട്ട് വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു വെള്ളം വേണം ഇതിലേക്ക്. പിന്നെ കടലയും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചെടുക്കണം. നമ്മൾ ഈ കറി കാച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1-2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് ഈ കറിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് കാച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഒരു 2-3 ഉണക്കമുളകും കൂടി ഇതിലേക്ക് ചേർത്തായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 അല്ലി ചുവന്നുള്ളി കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞായിട്ട് ഇതിലേക്ക് ചേർത്തായിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. അത് തീ കുറച്ചിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കടലമാവിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കടലക്കറി ചേർത്ത് കൊടുക്കാം. കടലക്കറി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കടലക്കറി ചേർത്തിട്ട് പിന്നെ അധികം നേരം കുക്ക് ചെയ്യേണ്ട. അധികം നേരം കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഗ്രേവി നന്നായിട്ട് തന്നെ തിക്കായിട്ട് പോകും. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. ഇത് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും പൂരിയുടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളുമാണ് തയ്യാറാക്കിയെടുക്കാൻ. പറ്റണമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്